സ്ത്രീകളെല്ലാവരും മോശക്കാരാണ്. അവർ ജീവിക്കുന്നത് തന്നെ അവിഹിതം പരത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. മാന്യമായിട്ട് ജീവിക്കുന്ന പുരുഷന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ കയ്യും കണ്ണും കാണിച്ച്, വളച്ച് അവരുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണ് ഈ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ അവരുടെ വലയിൽ ആരും വീണു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ വീട്ടുകാരെന്നായിരിക്കില്ല, പകരം പോലീസുകാരായിരിക്കും. അപ്പോൾ ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഇതുപോലെയാണ്. പുരുഷന്മാരെല്ലാവരും മോശക്കാരാണ്, ഈ ലോകത്തുള്ള പുരുഷന്മാരെല്ലാവരും അവിഹിതം ഉണ്ടാക്കുന്ന ആളുകളാണ്, സ്ത്രീകളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മതിലിയാടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭർത്താക്കന്മാരാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഫോൺ എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം. അഥവാ നിങ്ങളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും കട്ട് തിന്നാൻ വേണ്ടി പോകും. അവർ സ്ത്രീകളെ കാണുന്നത് കാമകണ്ണോട് കൂടെ മാത്രമാണ്. അവർ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ 1000 പെണ്ണുങ്ങളുടെ പുറകെ നടക്കാൻ വേണ്ടിയിട്ടും വളയ്ക്കാൻ വേണ്ടിയിട്ടും നടക്കുന്ന ഒരാളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് മാന്യമായിട്ടുള്ള രീതിയിലുള്ള റിയാക്ഷൻ കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അപ്പോൾ ഇന്ന് യാദർശികമായിട്ട് ആ പെൺകുട്ടീൻ്റെ വേറൊരു വീഡിയോ കൂടി ഞാൻ ഇന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്തും പറയുന്നത് ഈ ആണുങ്ങളെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ടാണ്. ഈ ആണുങ്ങളൊക്കെ തേപ്പുകാരാണ്, ഭയങ്കര പ്രശ്നക്കാർ, അങ്ങനെ രീതിക്കൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എവിടുന്നോ കുട്ടിക്ക് നല്ലൊരു തേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പേജിൽ ഫുൾ ഇങ്ങനെ ഈ ആണുങ്ങളെ ഹേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ആ പേജിലേക്ക് കയറി നോക്കി. അങ്ങനെ കയറി നോക്കിയപ്പോൾ അതിലൊരു പിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ആ കയറി നോക്കിയ സമയത്ത് കണ്ടത് ഈ കുട്ടിയുടെ പാരൻസ്, മാതാവും പിതാവും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഓർഫനാണ്. അപ്പം നമ്മൾ ഓവർ വൾഗറായിട്ടൊന്നും അതിനെ പറ്റിയിട്ട് പറയാൻ പാടില്ലല്ലോ. എന്നാലും ഈ കുട്ടിയുടെ ഈ ഒരു മനോഭാവത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒന്നേ ഉള്ളൂ, ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. ഏതെങ്കിലും 1-2 ആളുകളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എല്ലാവരും യൂണിവേഴ്സൽ ആയിട്ട് വിലയിരുത്താൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ല നല്ല ആൺ സുഹൃത്തുക്കൾ ഉണ്ടാവും, നല്ല കസിൻസ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, ബാക്കി പരിചയക്കാരായിട്ടുള്ള അങ്ങനത്തെ കുറേ ആളുകൾ, പുരുഷന്മാരായിട്ടുള്ള നല്ല ആളുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ 1-2 ആളുകളുടെ അടുത്ത് നിന്ന് എന്തോ ചെറിയൊരു ദുരനുഭവം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എങ്ങനെ കാണരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കുട്ടിയെ കിണറ്റിലെറിയുകയും പാറയിൽ അടിച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കുടുംബത്തിലെ മൊത്തം ആളുകളെയും സൈനൈഡ് കൊടുത്ത് കൊന്നിട്ടുള്ള ആളുകളുണ്ട്, സ്വന്തം കാമുകനെ വിഷം കൊടുത്ത് കൊന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും, ഈ പെൺകുട്ടികൾ, സ്ത്രീകളെല്ലാവരും മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ എന്തോ 1-2 ആളുകളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സലായിട്ട് കാണും.